നിയമസഭാ കയ്യാങ്കളി കേസിൽ നാടകീയ നീക്കവുമായി പോലീസ് കോടതിയിൽ. തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം CJM കോടതിയിലാണ് ഹർജി നൽകിയത്. കയ്യാങ്കളി കേസിലാണ് നാടകീയ നീക്കം നടത്തുന്നത്. പോലീസ് കോടതിയിലെത്തിയിരിക്കുന്നു. തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേസിൽ. തിരുവനന്തപുരം CJM ഏറെ നാടകീയമായ ഒരു നീക്കമാണ് ഇന്നിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ തുടരന്വേഷണം എന്ന ആവശ്യം പോലീസ് കോടതിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നു. നേരത്തെ ഇതിൻ്റെ രേഖകൾ ഉൾപ്പെടെ ദൃശ്യങ്ങളടക്കം പ്രതികൾക്ക് നൽകിക്കൊണ്ടുള്ള നടപടികൾ പൂർത്തിയാക്കി ഇത് വിചാരണയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ചില MLA-മാർ തങ്ങളുടെ ഭാഗം കൂടി, അന്ന് അവർ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന MLA-മാരാണ്, തങ്ങൾക്ക് ചില വാദങ്ങൾ പറയാനുണ്ട്, കോടതിയെ ബോധിപ്പിക്കാനുണ്ട് എന്ന നിലയ്ക്ക് മറ്റ് ചില ഇപ്പോൾ ഭരണപക്ഷത്തുള്ള MLA-മാരും ഇടത് നേതാക്കളും MLA-മാരല്ലാത്ത നേതാക്കളും കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് ആ ഹർജികൾ പിൻവലിച്ചു. പ്രോസിക്യൂഷൻ ഉൾപ്പെടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു നിലപാടിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ആ ഹർജികൾ പിൻവലിച്ചെങ്കിൽ കൂടി ഇപ്പോൾ ഇതൊരു തുടരന്വേഷണത്തിലേക്ക് പോകണം, കൂടുതൽ രേഖകൾ കണ്ടെടുക്കേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇനി കോടതിയുടെ ഒരു അന്തിമമായ തീർപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രതിയായ കേസാണ്. അന്നത്തെ പ്രതിപക്ഷം KM മാണി ബജറ്റ് അവതരണം നടത്തിയപ്പോൾ അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം നിയമസഭയ്ക്ക് ഉള്ളിൽ ഉണ്ടാക്കി എന്നതുമടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ കേസെടുത്തിരുന്നത്. ഈ കേസിലാണ് വിചാരണ തുടങ്ങാനുള്ളൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ കേൾക്കുകയും ഈ വിചാരണയിലേക്ക് പോകാൻ സമയത്ത് തന്നെ പ്രതികൾ ആവശ്യപ്പെട്ടത് ഈ ദൃശ്യങ്ങളിൽ കൃത്രിമത്വമുണ്ട്, തങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ ആവശ്യമാണെന്ന കാര്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. പിന്നീട് ഇത് കോടതി മുഖാന്തരം തന്നെ പ്രതികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത് വിചാരണ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്, തന്ത്രമാണ്, സർക്കാരിൻ്റെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയതെന്ന പ്രതിപക്ഷ വിമർശനം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ വിചാരണ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് തുടരന്വേഷണം എന്നൊരാവശ്യം പോലീസ് കോടതി മുമ്പാകെ വെച്ചിരിക്കുന്നത്. ശരി, നന്ദി വിനോദ്. സംസ്ഥാനത്ത് തകർത്തു പെയ്യുകയാണ് മഴ. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ 5 മണിക്ക് ഉന്നതതല യോഗം ചേരും. 7 ജില്ലകളിൽ NDRF-നെ വിന്യസിച്ചു. കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. സംസ്ഥാനത്ത് നിലവിൽ മൺസൂൺ പാത്തിയും അതുപോലെ തീരദേശ ന്യൂനമർദ്ദ പാത്തി, അതുപോലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാക ചുഴി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത 5 ദിവസത്തേക്ക് അതിതീവ്രമായ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായിട്ട് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതിന് പ്രകാരം ജില്ലയിൽ മഴയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ചക്രവാക ചുഴിയുടെ ഫലമായിട്ട് അടുത്ത ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ്. അടുത്ത 5 ദിവസങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴ ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇതിന് മുന്നോടിയായിട്ട് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുകയും എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് പുലർച്ചെ തുടങ്ങിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ട്. എറണാകുളം KSRTC സ്റ്റാൻഡിൽ വെള്ളം കയറി. പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു. കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശം. മരം വീണത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടം SN ജംഗ്ഷന് സമീപമാണ് കൂറ്റൻ മരം വീണ് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് കോട്ടയം വെച്ചൂർ ഇടയാഴത്തും കോഴിക്കോട് വടകരയിലും വീട് തകർന്നു വീണു. ഇടയാഴം സ്വദേശി സതീഷിന്റെ വീടും വടകര വയൽവളപ്പിൽ സഫിയയുടെ വീടുമാണ് തകർന്നത്.
തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികളും നീന്തി രക്ഷപ്പെട്ടു. തൃശൂർ പെരിങ്ങാവിൽ മരം കടപുഴകി വീണു. ഇതേ തുടർന്ന് തൃശൂർ ഷൊർണൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട കോട്ടാങ്ങലിൽ കിണറിടിഞ്ഞ് താഴ്ന്നു. പമ്പ നദിയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയരുകയാണ്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കായംകുളമടക്കം ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓടകളും തോടുകളും അടഞ്ഞതാണ് കായംകുളത്തെ വെള്ളക്കെട്ടിന് കാരണം. ശക്തമായ മഴയിൽ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് മലയോര മേഖലയിൽ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അടുത്ത ദിവസം മഴ ശക്തിയാകുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് സുബിയും, കോട്ടയത്ത് ശ്രീതുണ്ട്, പത്തനംതിട്ടയിൽ ശശിനാരായണനും ആലപ്പുഴയിൽ ശരണിയും, കാസർഗോഡ് നിന്ന് KV ബൈജുവും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, എല്ലാ തയ്യാറെടുപ്പുകളും നടത്താനാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിവിധയിടങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 10 മണിക്ക് ഇറക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിക്കും. അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 2 ജില്ലകളിൽ റെഡ് അലർട്ടും. കണ്ണൂർ, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. നാളെയും സമാനമായ സാഹചര്യം ഉണ്ടാകും. നാളെയും ഒരുപക്ഷെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കോ അതിതീവ്ര മഴയ്ക്കോ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും മഴ കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. രാവിലെ മഴ എല്ലാ ജില്ലയിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതിനുശേഷം നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെല്ലാം മഴയുടെ ഒരു കാഠിന്യം അല്ലെങ്കിൽ മഴയുടെ തീവ്രത ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആകാശം മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം, അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി 4 മണിയോട് കൂടി മലയോര മേഖലയിലെല്ലാം മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ കരുതുന്നത്. അത്ര ഒരു അനുമാനമാണുള്ളത്. പക്ഷേ 1 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മഴ മുന്നറിയിപ്പ് വരും. അതിലാണ് ഇന്ന് രാത്രിയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവുമെല്ലാം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ വേണമെന്നുള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ചിത്രം ലഭിക്കുക. എന്തായാലും 1 മണിക്ക് വരുന്ന മഴ മുന്നറിയിപ്പാണ് എപ്പോഴും കൂടുതൽ ആധികാരികവും കൂടുതൽ ശാസ്ത്രീയവുമായി അവർ ചെയ്യാറുള്ളത്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും റെഡ് അലേർട്ട് 2 ജില്ലകളിൽ നിലനിർത്തിയിരിക്കുന്നു. 2 ജില്ലകളിൽ ഇന്ന് രാവിലെ യെല്ലോ അലേർട്ട് മാത്രം, അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു. അത് മാറ്റി ഇപ്പോൾ അതും ഓറഞ്ച് ആക്കിയിരിക്കുന്നു. 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 2 ജില്ലകളിൽ റെഡ് അലേർട്ടും. എന്തായാലും മൺസൂൺ കാറ്റ് സജീവമായി ഇന്നലെ മുതൽ ലഭിച്ചു തുടങ്ങിയിരുന്നു. അതാണ് മഴ കൂടുതൽ ശക്തമാകാൻ കാരണം. മൺസൂൺ കാറ്റ് സജീവമായി ലഭിക്കുന്നതിനൊപ്പം ന്യൂനമർദ്ദ പാത്തി ലഭിക്കുന്നുണ്ട്. കൂടാതെ മൺസൂൺ പാത്തിയും സജീവമായി കഴിഞ്ഞു. ഇത് കൂടാതെയാണ് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി കൂടുതൽ ശക്തമായി കൂടുതൽ മാർക്ക് ചെയ്ത് നിൽക്കുന്നത്. ഈ 3 സാഹചര്യങ്ങളുമാണ് സംസ്ഥാനത്ത് കൂടുതൽ മഴ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്, അതിന് കാരണമായിരിക്കുന്നത്. എന്തായാലും ഇന്നലെയും ശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ, 24 മണിക്കൂറിലെ മഴ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 32 റെയിൻ സ്റ്റേഷനുകളിൽ, അതായത് മഴ ലഭിക്കുന്ന വിവിധ സ്റ്റേഷനുകളിലെ കണക്ക് പ്രകാരം ഓരോ 24 മണിക്കൂറിൽ ലഭിക്കുന്ന മഴ രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ 32 സ്റ്റേഷനുകളിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി അതേ മഴ ഇന്നും തുടരുകയാണെങ്കിൽ ഇത്തരത്തിൽ ജലാശയങ്ങളിലെല്ലാം കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ വലിയ ഡാമുകളിലൊന്നും ജലം വലിയ രീതിയിൽ നിറഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ സംഭരണശേഷി ഇപ്പോഴും ആവശ്യത്തിലധികം ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുണ്ട്. അതുപോലെ മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും ജാഗ്രത വേണം. ഈ സഞ്ചാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇത്തരത്തിലാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ കോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിലക്കുമുണ്ടല്ലോ?
തീർച്ചയായും നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ കടൽക്ഷോഭമുണ്ട്. കടൽക്ഷോഭം വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായി ഇന്ന് പുലർച്ചെ രാവിലെയും സമാനമായ ഒരു അപകടം. അതായത് മുതലപ്പുഴയിൽ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം നേരിടുന്ന ഒരു പ്രദേശമാണ്. മുതലപ്പുഴയിൽ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടായി. 3 പേരും നീന്തി രക്ഷപ്പെട്ടു. എങ്കിലും കടൽക്ഷോഭം തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ശക്തമായി തുടരുന്നുണ്ട്. കൂടാതെ കടലിൽ വലിയ മഴയും ലഭിക്കുന്നുണ്ട്. എന്തായാലും ട്രോളിംഗ് നിരോധന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ ദൂരേക്കൊന്നും ആരും പോകില്ല. എല്ലാവരും ഈ തീരപ്രദേശത്തു നിന്നുള്ള മത്സ്യബന്ധനമേ ഉള്ളൂ. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ തീരപ്രദേശങ്ങളിൽ വലിയ ഉയരത്തിൽ തിരമാലകൾ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ കാറ്റ് ലഭിക്കാനും സാധ്യതയുണ്ട്. ശരി, നന്ദി ഉമേഷ്. ആലപ്പുഴ ജില്ലയിലും വലിയ നാശനഷ്ടമാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ട്. ശരണ്യയിലേക്ക് എത്താം. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ സ്ഥിതി എന്താണ്? മഴ തുടരുകയാണോ? കോട്ടയത്തെ ശക്തമായ മഴ തന്നെ തുടരുകയാണ്. അതിരാവിലെ കുറച്ച് തോർച്ചയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഏതാണ്ട് ഒരു 9 മണിയോടുകൂടിയാണ് വീണ്ടും മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കേവലം കോട്ടയം നഗരത്തിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ മേഖലയിലും, പടിഞ്ഞാറൻ മേഖലയിലും കിഴക്ക് മലയോര മേഖലയിലടക്കം സമാനമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള മഴയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് റെഡ് അലർട്ടിലേക്കൊന്നും എത്തിയിട്ടും ഇല്ല. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ആശങ്ക ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഓറഞ്ച് അലർട്ട് മാത്രമായതിനാൽ ഇന്ന് ജില്ലാ ഭരണകൂടം അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളൊക്കെ ഏതാണ്ട് കുറഞ്ഞ ഹാജർ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ ഭീതിയുള്ള മേഖലകളുണ്ട്. പൂഞ്ഞാർ പഞ്ചായത്തിലും ഒപ്പം തന്നെ ഈ കൂട്ടിക്കൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അടുക്കം പോലെ തീക്കോയി പഞ്ചായത്തിലെ മേഖലകളിൽ, അങ്ങനെ അവിടെയെല്ലാം മുൻപ് ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടായിരുന്ന മേഖലയാണ്. അവിടെ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതായത് അപകട മുന്നറിയിപ്പ് നിരക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം 7:30 ഒരു വീട് തകർന്നത്. അത് വൈക്കം താലൂക്കിലാണ്, ഇടയാഴത്താണ്. സതീഷ് എന്ന ആളുടെ വീടാണ് തകർന്നത്. ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വീട് തകർന്നത്. പെട്ടെന്ന് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും നിലവിൽ ഈ ഇത്തരം ചങ്ങനാശ്ശേരി താലൂക്കിൽ മാത്രമാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. അവിടെ ഒരു 3 പേർ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു. ശശി, പമ്പയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയരുകയാണ്. അതുപോലെ വിവിധയിടങ്ങളിൽ കൺട്രോൾ റൂം തുറക്കുന്ന സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി വലിയ ശക്തമായ രീതിയിലുള്ള മഴയാണ് മലയോര മേഖലകളിൽ ഇപ്പോൾ പെയ്യുന്നത്. ജില്ലയുടെ പല പ്രദേശങ്ങളിലും പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. അച്ചൻകോവിലാറ്റിലും അതുപോലെ തന്നെ പമ്പാ നദിയിലും ജലനിരപ്പ് കാര്യമായ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല. എന്നാൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക കൺട്രോൾ റൂമുകൾ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. മലയോര മേഖലയാണ്. ചിറ്റാർ, സീതത്തോട്, തണ്ണിത്തോട് തുടങ്ങിയ ആങ്ങമൂഴി തുടങ്ങിയ മേഖലകളിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പമ്പാ നദിയിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയർന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാകാനുള്ള സാധ്യതയുണ്ട്. ആറന്മുള അതുപോലെ തന്നെ റാന്നി തുടങ്ങിയ മേഖലകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിൽ താമസിക്കുന്ന നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണം, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. റാന്നിയിലെ നിലവിൽ കോസ്വേ, റാന്നിയിൽ അരയാഞ്ഞിലിമൺ കോസ്വേ ഇപ്പോൾ ഈ മഴ പെയ്ത ശക്തമായ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഈ കോസ്വേ മുങ്ങിയിട്ടുണ്ട്. ആ പ്രദേശത്തെ ഒരു 30ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. സാധാരണഗതിയിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോലും ഒറ്റപ്പെടുന്ന ഒരു പ്രദേശമാണ്.
അത് നേരത്തെയും അത്തരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ അവിടെയില്ല. പക്ഷേ മഴ പരക്കെ ലഭിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്ക സാധ്യതയുള്ളൊരു പ്രദേശം, ഒരു ജില്ല എന്ന് ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും അതിനൊരു നിർദ്ദേശവും ജാഗ്രതയും ഒക്കെ ഈ പത്തനംതിട്ട ജില്ലയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മറ്റ് അപകടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മഴ ശക്തമായി തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് പമ്പയിലെയും അച്ചൻകോവിലെയും മണിമലയാറിലെയും 3 നദികളുടെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമായി ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലുമൊക്കെ മഴ ശക്തമായി തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ശരി, ജില്ലാ കളക്ടർമാർ തലേദിവസം തന്നെ അവധി പ്രഖ്യാപിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ വിദ്യാലയങ്ങൾ തയ്യാറാകണം. കാസർഗോഡ് മരം വീണ് മരിച്ച ആയിഷത്ത് മിൻഹയുടെ കുടുംബത്തെ സഹായിക്കാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർമാരോട് പറയാനുള്ളത്, അവർക്കാണല്ലോ അവധി കൊടുക്കുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഴ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അവധി പ്രഖ്യാപിക്കുന്ന നയം സ്വീകരിക്കണം. അന്നേ ദിവസം അവധിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയും. അങ്ങനെയൊക്കെയുള്ള പല അസൗകര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവധി കൊടുക്കണമെങ്കിൽ തലേ ദിവസം തന്നെ കൊടുക്കുന്ന നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ നിർദ്ദേശവും ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. സംഭവം ഉണ്ടായപോലെ അറിഞ്ഞുകൊണ്ടേ തന്നെ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെയും അവരെല്ലാം വിളിച്ച് സംസാരിച്ചിരുന്നു. അവർ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്ത മാനദണ്ഡം അനുസരിച്ച് അവിടെയുള്ള അപകടകരമായി നിന്ന മരങ്ങളൊക്കെ തന്നെ വെട്ടിമുറിച്ചിരുന്നു. ഇത് അപകടമൊന്നുമില്ല എന്നുള്ള നിലയിലുള്ള വിലയിരുത്തലായിരുന്നു അവിടുത്തെ സ്കൂൾ അധികൃതർക്കും PTA-ക്കും നാട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വളരെ ദുഃഖകരമായ നിലയിലാണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവരെ സഹായിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, ഈ മഴക്കാലം കൂടെയാണ്. വിദ്യാർത്ഥികൾ സ്കൂളുകളുടെ മുൻവശവും സ്കൂളിന് ചുറ്റുമുള്ള മരങ്ങൾ ഏതെങ്കിലും മരങ്ങളിൽ അപകടകരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുന്ന നടപടി സ്വീകരിക്കണം. കാസർഗോഡ് അങ്കടി മുകളിൽ മരം വീണ് മരിച്ച 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷത്ത് മിൻഹയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. അങ്കടിമുകളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും നാട്ടുകാരുമടക്കം 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അങ്കടിമുഗർ GHSS വിദ്യാർത്ഥിയായ ആയിഷത്ത് മിൻഹ ഇന്നലെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് മരം കടപുഴകി വീണ് മരിച്ചത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. അനാസ്ഥയുടെ ഇരയാണ് ആയിഷത്ത് മിൻഹയെന്ന് മഞ്ചേശ്വരി MLA AK മഷ്റഫ് പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും നടപ്പിലായില്ല. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇത്തരം അപകടം സംഭവിക്കുമെന്നും ഇത് ഒഴിവാക്കാമായിരുന്നുവെന്നും MLA പറഞ്ഞു. മെയ് മാസം വിദ്യാലയങ്ങളുടെ മുറ്റത്തുള്ള മരം വെട്ടാൻ വേണ്ടി ഓർഡർ ഉണ്ടായിട്ട് പോലും ബന്ധപ്പെട്ട ആളുകൾ അനാസ്ഥ കാണിച്ചു എന്നാണ് ഇതിൽ നിന്ന് കാണുന്നത്. ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ആ കുട്ടി മരിച്ച് കുമ്പളയിലെ ഹോസ്പിറ്റലിലെ സമയത്ത് തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴും വിളിച്ചു. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, വലിയ കാറ്റില്ല, ഈ സമയത്ത് ഈ മരമൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ല എന്ന് ചോദിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു. MLA എന്ന നിലയ്ക്ക് പറയുന്നൊരു കാര്യം, തീർച്ചയായും ഈ കുട്ടിയുടെ മരണം ഇതൊരു അനാസ്ഥയുടെ മരണമാണ്. ഇത് നമുക്ക് ഒരു പക്ഷേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിയെ നമുക്ക് മരണത്തേക്ക് വിട്ടുകൊടുക്കേണ്ട വരില്ലായിരുന്നു. അവരുടെ വീടും അവരുടെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ഒരു കാര്യം എന്തായാലും, ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ കുട്ടിയുടെ കുടുംബത്തിന് ഒരു നല്ല ധനസഹായം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മാത്രമല്ല, മിനിസ്റ്റർ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അത് പ്രഖ്യാപിക്കാമെന്ന് MLAക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ദക്ഷിണ കന്നഡയിലും കനത്ത മഴ തുടരുകയാണ്. മംഗളൂരു പമ്പുവിൽ വെള്ളത്തിനടിയിലായി. ഇതോടെ നഗരത്തിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കൊട്ടാര ചൌക്കി ജംഗ്ഷനിലും വെള്ളം കയറി. അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ പെയ്യുമെന്ന കാലാവസ്ഥാ റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പൊതുവ്യക്തി നിയമത്തിനെതിരെ യോജിച്ച പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ മുസ്ലിം സംഘടനകളുടെ യോഗം തുടങ്ങി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ കോഴിക്കോടാണ് യോഗം. EK AP വിഭാഗങ്ങളും ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. S വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, പ്രധാനമായും ആരൊക്കെ യോഗത്തിനെത്തിയിട്ടുണ്ട്?
എങ്ങനെ പുരോഗമിക്കുന്നു? ധന്യ, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ യോഗം ആരംഭിച്ചത്. അല്പസമയം മുമ്പാണ് യോഗം ആരംഭിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ മതസംഘടനകളെ മുസ്ലിം സംഘടനകളിലെ നേതാക്കളെല്ലാം, സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ യഥാസമയം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് യോഗം ആരംഭിക്കുകയും ചെയ്തു. ഭാവിയിൽ എങ്ങനെ ഈ നിയമത്തെ എങ്ങനെ നേരിടാം, ഇതുണ്ടാക്കിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ, ഇത് സമുദായത്തിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ ഈ ഒരു നിയമത്തിനെതിരെ സമരം നടത്താം, പ്രതിഷേധം നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ സാധാരണ ലീഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നല്ല എല്ലാ കാലങ്ങളിലും വിട്ടുനിൽക്കുന്ന കാന്തപുരം വിഭാഗം പക്ഷേ ഇത്തവണ യോഗത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ സമസ്ത EK വിഭാഗമുണ്ട്, മൂന്ന് മുജാഹിദീൻ വിഭാഗങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതുപോലെ തന്നെ MES ഉണ്ട്, MSS പോലുള്ള സംഘടനകളുണ്ട്, മുസ്ലിം ലീഗ് നേതാക്കളായ PMA സലാമുണ്ട്, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും യോഗ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 1 മണിയോടുകൂടി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണും. അപ്പോഴായിരിക്കും എങ്ങനെയാണ് സമരപരിപാടികൾ, എന്തെല്ലാം ആലോചനകൾ നടന്നു, ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഇത് കേരളത്തിൽ ഒന്നാകെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനം. അതേക്കുറിച്ചുള്ള ഒരു ആദ്യഘട്ട യോഗമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലീഗ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പൊതുവ്യക്തി നിയമത്തിനെതിരെ മുസ്ലിം സംഘടനകൾ ശക്തമായ സമരത്തിനൊരുങ്ങവേ വ്യത്യസ്തമായ നിലപാടുമായി സമുദായത്തിലെ ലിബറലുകൾ. മതനിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന നിലപാടുമായി പ്രൊഫസർ MN കാരശ്ശേരി ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തുള്ളത്. നിർദ്ദിഷ്ട ഏകീകൃത സിവിൽ കോഡിനെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് മുസ്ലിം സംഘടനകൾ. സുന്നി EKAP വിഭാഗങ്ങൾ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി സംഘടനകളെല്ലാം ഒരു കുടക്കീഴിലാക്കി മുസ്ലിം ലീഗാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ സമുദായത്തിലെ തന്നെ ലിബറൽ കാഴ്ചപ്പാടുള്ളവർ വിശാല കാഴ്ചപ്പാടോടെ നിയമം നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും EMSുമെല്ലാം ഈ ആശയത്തെ പിന്തുണച്ചവരാണെന്ന് സ്വതന്ത്ര നിലപാടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. വേറൊരാളുടെ പേര് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. ഡോക്ടർ BR അംബേദ്കറോ ജവഹർലാൽ നെഹ്റുവും സംഘപരിവാർ അജണ്ടയുള്ള ആളുകളല്ലല്ലോ. പക്ഷേ ഇത് ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യേണ്ട കാര്യം ആദ്യം ഇതിനൊരു കരട് ബില്ല് അവതരിപ്പിക്കുക. എവിടെ? ലോക്സഭയിലും രാജ്യസഭയിലും വെക്കണം. അത് കഴിഞ്ഞ് സംസ്ഥാന നിയമസഭകൾക്ക് അയച്ചു കൊടുക്കണം. അവർ ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെ എന്താണ് ഇതിലെ വകുപ്പുകൾ, എന്തൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിഷേധിക്കപ്പെടുന്നത് തുടങ്ങിയ ജനങ്ങൾ അറിയണം. മുസ്ലിം വ്യക്തി നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമാണ്. സംഘപരിവാർ അജണ്ടയായി ഏകീകൃത സിവിൽ കോഡ് മാറരുത്. ഏക സിവിൽ കോഡിനെ നിരന്തരമായി എതിർക്കുന്നവർ പോലും പറയുന്നൊരു കാര്യമുണ്ട്, സിവിൽ കോഡ് പരിഷ്കരിക്കേണ്ടതുണ്ട്. ഈ കപിൽ സിബൽ അവസാനമായിട്ട് മുത്തലാഖ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പേഴ്സണൽ ലോ ബോർഡിന് വേണ്ടി ഹാജരായപ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, പരിഷ്കരിക്കേണ്ടതുണ്ട്, ഞങ്ങളത് പരിഷ്കരിക്കും, അതിന് കുറച്ച് സമയം തരണമെന്ന്. പക്ഷെ ഇന്നേ വരെ ആ വഴിക്കുള്ള യാതൊരു ശ്രമവും എത്രയോ പതിറ്റാണ്ടുകളായി പേഴ്സണൽ ലോ ബോർഡിന്റെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഉണ്ടായിട്ടില്ല ആ വഴിക്കുള്ളൊരു ശ്രമം. വിശ്വാസത്തെ ഹനിക്കാതെ ജനാഭിപ്രായത്തോടെ സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ് ആവശ്യം. ബഹുഭാര്യത്വം, സ്വത്തവകാശം, മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങളിലെ സ്ത്രീവിരുദ്ധ നിലപാട് പൊളിച്ചെഴുതാൻ കഴിയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. S വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട കേസിലെ പ്രതികളായ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഷൈജുവും SFI മുൻ നേതാവ് A വിശാഖും പോലീസിന് മുന്നിൽ ഹാജരായി. കാട്ടാക്കട സ്റ്റേഷനിലാണ് ഹാജരായത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായത്. BV വിനോദ് ചേരുന്നു. വിനോദ്, കൂടുതൽ വിവരങ്ങൾ. ധന്യ, മുൻ പ്രിൻസിപ്പൽ GJ ഷൈജുവും SFI നേതാവായ വിശാഖും ഇന്ന് രാവിലെയോടുകൂടിയാണ് കാട്ടാക്കട പോലീസിന് മുന്നിൽ ഹാജരായത്. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനത്തേക്ക് വിജയിച്ച പെൺകുട്ടിയെ ഒഴിവാക്കി അവിടെ വിശാഖിനെ തിരികെ കയറ്റുകയായിരുന്നു. ആൾമാറാട്ടം, വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുള്ള കേസാണ് ഇരുവർക്കുമെതിരെ എടുത്തിട്ടുള്ളത്. ആദ്യം KSU പരാതി നൽകിയെങ്കിലും അതിൽ നടപടി ഉണ്ടായിരുന്നില്ല. പിന്നീട്
സർവകലാശാല രജിസ്ട്രാർ തന്നെ DGPക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം റൂറൽ SP ആ പരാതി കൈമാറുകയും കാട്ടാക്കട പോലീസിനെ അന്വേഷണം ഏൽപ്പിക്കുകയുമായിരുന്നു. 1.5 മാസത്തോളമായി ഇരുവരും ഒളിവിൽ പോയിരുന്നു. തിരുവനന്തപുരത്ത് ജാമ്യാപേക്ഷ നൽകി അത് മുൻകൂർ ജാമ്യം നൽകി തള്ളിയ ശേഷമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഗുരുതരമായ കുറ്റകൃത്യം സംഭവിച്ചു എന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. നേരത്തെ കോളേജിൽ നിന്ന് ആവശ്യമായ രേഖകൾ കണ്ടെടുത്തിരുന്നു. അവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ രേഖകൾ ഈ ആൾമാറാട്ടത്തിന് പിന്നാലെ തന്നെ വിശദമായി ഇത്തരം തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് അന്വേഷിക്കാൻ സർവകലാശാല തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. വലിയ രാഷ്ട്രീയ കോളിളക്കം കൂടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. SFI നേതാവാണ് ഇത് ചെയ്തതെങ്കിലും പ്രാദേശികമായി ഉള്ള CPM നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം കോൺഗ്രസും UDFും ഉന്നയിക്കുകയും CPMന് നേരെ ഇതിൻ്റെ ആരോപണ മുന തിരിച്ചുവെക്കുകയും ചെയ്തു. തുടർന്ന് SFI പ്രതിക്കൂട്ടിലായി വന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ SFI നേതാക്കൾക്ക് നേരെ വന്ന കേസുകളും ആരോപണങ്ങളും ഇതെല്ലാം തന്നെ രാഷ്ട്രീയമായി മാറുമ്പോൾ കാട്ടാക്കട സംഭവവും അതിലൊരു പ്രധാന സംഭവമായി തന്നെ അവശേഷിച്ചു. അവിടെ ഈ കാട്ടാക്കട സംഭവത്തിൽ പ്രത്യേകിച്ച് SFIയും CPMും ഇടത് കേന്ദ്രങ്ങളും അതിനെ ചെറുത്തത് പ്രിൻസിപ്പൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിൽ അംഗമായ ആളാണ്. K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തന്നെ ഈ പ്രിൻസിപ്പലിൻ്റെ നടപടിയെ തള്ളിപ്പറയേണ്ട നിലയിലേക്ക് വന്നിരുന്നു. അധ്യാപക സംഘടന പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പ്രിൻസിപ്പലിനെ കോളേജിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. 2 പേർ മാത്രമാണ് ഇപ്പോൾ കേസിൽ പ്രതിയായുള്ളത്. ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളവർ പറയുന്നത് തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഏതൊരു തരത്തിലുള്ള കൃത്രിമവും നടത്തിയിട്ടില്ല എന്ന കാര്യമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ആ അപേക്ഷയോടൊപ്പം അവർ സമർപ്പിച്ചിരുന്ന കാര്യവും അതുതന്നെയാണ്. ശരി, നന്ദി വിനോദ്. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിന് നിയമനം. സർവകലാശാലയുടെ നീലേശ്വരം ക്യാമ്പസിലാണ് പ്രിയയ്ക്ക് നിയമനം. 15 ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. നിയമനത്തിന് യോഗ്യതയുണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. നിയമനവുമായി മുന്നോട്ടു പോകാമെന്ന് കണ്ണൂർ സർവകലാശാലയ്ക്ക് സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ നിയമോപദേശം ലഭിച്ചിരുന്നു. വീണ്ടും ആരോപണവുമായി G. ശക്തിധരൻ. പോലീസ് തന്റെ ഫോൺ നിരീക്ഷിക്കുന്നു. തനിക്കുള്ള ഫോൺ ഭീഷണിക്ക് പിന്നിൽ പോലീസ് സേനയിലുള്ളവരാണ്. ഇതിന് പിന്നിൽ പാർട്ടിയിൽ അമിതാധികാര കേന്ദ്രമായി മാറുന്ന ക്ഷുദ്രശക്തികളെന്നുമാണ് G. ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൈതോലപ്പായയിൽ CPM ഉന്നതൻ കോടികൾ കടത്തിയെന്ന വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള അന്വേഷണത്തിനായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G. ശക്തിധരന്റെ മൊഴി ഇന്നെടുക്കില്ല. ഇന്ന് ഹാജരാകേണ്ടെന്ന് പോലീസ് ശക്തിധരനെ അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണോൺമെന്റ് ACP പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തുന്ന മാർച്ച് നിയന്ത്രിക്കുന്നതിന്റെ തിരക്കിലായതിനാലാണ് മൊഴിയെടുപ്പ് മാറ്റിയത്. മൊഴിയെടുക്കാനുള്ള മറ്റൊരു ദിവസം പിന്നീട് നിശ്ചയിക്കും. CPM ഉന്നതൻ എറണാകുളത്ത് ദേശാഭിമാനി ഓഫീസിൽ താമസിച്ച് പണം പിരിച്ചെന്നും ഇത് കൈതോലപ്പായയിൽ പൊതിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കടത്തിയെന്നുമായിരുന്നു ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ആരാണെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബനാനി MP ആണ് പരാതി നൽകിയത്. ആലപ്പുഴയിൽ തെരുവ് നായ്ക്കൾ പിന്തുടർന്ന് ആക്രമിക്കുന്നതിനിടെ വീണ് നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. നായ്ക്കൂട്ടം പിന്തുടരുന്നതിനിടയിൽ പടവുകളിൽ നിന്ന് വീണാണ് +1 വിദ്യാർത്ഥി സൂരജിന് കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടത്. തൃക്കുന്നപ്പുഴ പല്ലനയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ദാരുണ സംഭവം. നിർധനായ മത്സ്യത്തൊഴിലാളി ശശീന്ദ്രന്റെ ഇളയ മകനാണ് സൂരജ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും സൂരജിന്റെ ചലനശേഷി വീണ്ടെടുക്കാനായില്ല. ഞാൻ അന്ന് രാത്രി ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വിളിക്കുവാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴത്തേക്കും പട്ടി പുറകെ വന്നു. ഞാൻ പട്ടി പുറകെ വരുന്നുണ്ട് ഓടി മണ്ടയ്ക്ക് കയറി. പട്ടി പുറകെ ഉണ്ടായിരുന്നു. ഞാനിത് കണ്ടുകൊണ്ട് തറയിലോട്ട് ചാടാൻ നോക്കി. ചവിട്ടി സ്റ്റെപ്പിലല്ല സ്ലൈഡുണ്ട്, ആ ചട്ടി തറയിലോട്ട് ഇറങ്ങാൻ നോക്കിയത് മഴയായതുകൊണ്ട് തെന്നിയാണ് ഇടിച്ചു വീണു. അപ്പോഴും പട്ടി പുറകെ ഉണ്ടായിരുന്നു. മണ്ടയ്ക്ക് വരെ ഓർമ്മയുള്ളു. ഓടി വന്നോ? മണ്ടയ്ക്ക് വരെ വന്നു. കഴിഞ്ഞ് പിന്നെ വീണ് കഴിഞ്ഞൊന്നും വന്ന് ഇല്ലായിരുന്നു. എവിടെയാ ഇറങ്ങി നിന്നത്? വീടിന്റെ പുറത്താണോ? വീടിന്റെ വെളിയിലോട്ട് വീണ് നേരെ ഫ്രണ്ടിൽ. ഒരു പട്ടിയുള്ള ഒത്തിരി പട്ടികൾ ഒന്നല്ല, ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി എണ്ണം ഓടിച്ചിട്ട് ഒരു 5-6 എണ്ണമൊക്കെ കാണും. അത്രയും കൂടെ വന്നു. മോന്റെ പുറകെ ഓടി വരുമായിരുന്നോ? പുറകെ വരുമായിരുന്നു. ആ പുറകെ വന്ന് പിന്നെ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ട് വന്നു. എത്ര മണിയായി കാണും മോനെ ആ സമയം? ഒരു
ഒരു 8:30-9 മണിയൊക്കെ ആയി കാണത്തുള്ളൂ സമയം. അവിടെ പൊതുവെ പട്ടിശല്യം ഉള്ള സ്ഥലമാണോ? പട്ടിശല്യമുള്ള ആണോ? തെരുവ് നായ്ക്കൾ ഒത്തിരി ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് തെരുവ് നായ്ക്കൾ അവിടെ. കുറേ ഇങ്ങനെ പലയിടത്തു നിന്നൊക്കെ ആൾക്കാർ കൊണ്ട് കളയുന്നത് ഇതെല്ലാം വരും. ഭയങ്കര ശല്യമാണ്. വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കാറുണ്ടോ അവിടെ? ഞങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ചിലവരെയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്കൊക്കെ. അത് കുറഞ്ഞാ പിന്നെ വീണ്ടും വന്നത്. പേടിച്ച് ഓടിക്കേറിയപ്പോ പുറകെ ഓടി മുകളിൽ വന്നു. അങ്ങനെയാണോ? ഓടി കയറുന്നതിനിടയിലാണോ അടിച്ചു വീണത്? ഓടി കയറി ചാടാൻ നോക്കി. ചാടി ഒരു കാല് വെച്ച് ചാടി മറ്റേ കാല് വെക്കാൻ നോക്കി, കിട്ടിയില്ല. അപ്പോഴും പട്ടി പുറകെ ഉണ്ടല്ലേ? പുറകെ പകുതി വരെ വന്ന് എന്ന് വെച്ചാൽ സ്റ്റെയറില്ല. ഞാൻ ഇങ്ങേറ്റത്തായിരുന്നു. ചാടി ചവിട്ടി ചാടാൻ നോക്കി, ഞാൻ തെന്നിപ്പോയി. ഞാൻ താറായി. കുറേ പട്ടികൾ അവിടെ പട്ടിശല്യമാണ് മൊത്തത്തിൽ. മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എലികയില്ല. പട്ടി ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞു. കുറെ അവൻ ഓടി. അപ്പൊ അവൻ വിചാരിക്കുന്നത് മുകളിൽ കയറത്തില്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും കുഞ്ഞോടി മുകളിൽ കയറിയെങ്കിലും കുഞ്ഞു നോക്കുമ്പോഴൊക്കെ പട്ടി ഓടി ഓടി വരികയില്ല. കുഞ്ഞിങ്ങനെ എന്നാ ഇറങ്ങാം, ഒരു കാല് വെച്ച് അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞ് തെന്നി അടിച്ച് വീണ് കിടക്കുക. കുഞ്ഞ് വിളി വെച്ചിട്ടൊന്നും ഓടി ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് പട്ടിയുണ്ട്. കുഞ്ഞിന് വിളി വെക്കാനും പറ്റത്തില്ല. കുഞ്ഞിന്റെ കാലെല്ലാം തളന്ന് നമ്മൾ പുറവടിച്ച് വീണ് ഇവിടെ മൊത്തം പട്ടിയുണ്ട്. നമ്മൾ ഓടി ചെല്ലുമ്പോഴാണ് പട്ടി ഓടുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ മോനെ എന്ന് പറഞ്ഞെങ്കിൽ വിളിക്കുകയല്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല മൊത്തം എനിക്ക് വയ്യ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി രക്ഷിക്കുന്ന പറയുന്നത്. തളന്ന് കുഞ്ഞിന്റെ കാല് തളന്ന് കുഞ്ഞിനെ എടുക്കാൻ ഒന്നും നമ്മളിപ്പോ എടുക്കത്തില്ല. വയ്യെങ്കിലും നമ്മൾ എടുത്തൊന്നും എന്നെ തൊടലേ മൊത്തം ഒടിഞ്ഞു കിടക്കുവാന്നാ കുഞ്ഞു പറയുന്നത്. പരിക്ക് നട്ടലിനാണ് പറ്റിയത്. എങ്ങനെയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ? വണ്ടാനത്ത് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരോ കാര്യം പറയുന്നു. കുഞ്ഞിന് രക്ഷപ്പെട്ടാലും കുഞ്ഞിന് നടക്കാൻ ഇനി പറ്റത്തില്ലെന്നാ പറയുന്നത്. അവര് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും തെന്റെയാണെങ്കിലും പിറക്കിയാണെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ ആശുപത്രി വന്നത്. എത്ര കഴിഞ്ഞപ്പം ഒരു വിളിയായിരുന്നു കേൾക്കുന്നത്. അന്നേരം ഇവള് പോയി. അതെങ്കിൽ ടി വിയിൽ സൗണ്ട് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഇവള് പോയിട്ട് പറഞ്ഞു എന്നാ വാങ്ങി ഓടി പോകാൻ മറ്റേ മോൻ വീണ് കിടക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെല്ലായിടത്ത് ഇങ്ങനെ കിടക്കുക. അച്ഛാ എനിക്ക് വയ്യ പൊക്കല്ലേ ഞാൻ പൊക്കാനായിട്ട് പൊക്കല്ലേ ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴെന്ന് വെച്ചാൽ ഞാൻ മേളിൽ കയറി എടുക്കാനായിട്ട് ആഹാരം കഴിച്ചാൽ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പട്ടി വന്നു. ഓടി എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നില്ല. അവൻ്റെ നേരത്തെ ശീലിച്ചുകൊണ്ടിരുന്നു. അവൻ ചെറിൻ്റെ വെളി കഴിഞ്ഞ് കയറി എന്നിട്ട് പട്ടി കയറി ചെല്ലുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ അങ്ങനെ പുറകോട്ടടിച്ച് കാല് തന്നെ അങ്ങ് വീഴുമായിരുന്നു. കോൺഗ്രസ് മാർച്ചിൽ കാസർഗോഡും മലപ്പുറത്തും സംഘർഷം. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിന് പരിക്കേറ്റു. ലാത്തി കൊണ്ടുള്ള അടിയേറ്റാണ് പരിക്ക്. കാസർഗോഡ് നിന്ന് KV ബൈജു, മലപ്പുറത്ത് നിന്ന് CV അനുമോദൻ ചേരുന്നുണ്ട്. ബൈജുവിലേക്ക്. ബൈജു, സംസ്ഥാന വ്യാപകമായി നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. അവിടെയാണ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. എന്താണ് സ്ഥലത്ത് സംഭവിച്ചത്? ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു.
ഈ പ്രവർത്തകർ ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളാണ് മുന്നോട്ട് പോവുകയാണ്. DCC പ്രസിഡന്റ് PK ഫൈസലിനെ തലക്ക് ലാത്തി കൊണ്ടുള്ള അടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ സംഘർഷമുണ്ടായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടയിലാണ് DCC പ്രസിഡന്റിന്റെ തലക്ക് ലാത്തി കൊണ്ട് അടിയേൽക്കുന്നത്. അതിനുശേഷം പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ള വാക്കേറ്റവും കയ്യാങ്കളി നടത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഒരു പോലീസ് ജീപ്പും തകർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ദേശീയപാത ഉപരോധ സമരവുമായി അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളായി മുന്നോട്ട് പോവുകയാണ്. കനത്ത സുരക്ഷ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഈ രീതിയിൽ ഇപ്പോൾ എന്തായാലും പ്രവർത്തകർ ഈ ദേശീയപാതയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ദേശീയപാത ഉപരോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ DCC പ്രസിഡന്റ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ശരി, ബൈജു CV അനുബോധം ചേരുന്നുണ്ട്. അനുബോധം, മലപ്പുറത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. ഒരുപാട് പ്രവർത്തകർക്ക് പരിക്കുണ്ടോ? വിവരങ്ങൾ. മലപ്പുറം SP ഓഫീസിന് അകലെ വെച്ച് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. പക്ഷേ പ്രവർത്തകർ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് വിരട്ടി ഓടിച്ചെങ്കിലും വീണ്ടും പ്രവർത്തകർ വന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം നടത്തി. തുടർന്ന് പോലീസ് ലാത്തി വീശി. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ മലപ്പുറം നഗരത്തിലെ പ്രധാന റൂട്ടിൽ, അതായത് കുന്നുമ്മലിലേക്ക് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ സാന്നിധ്യമുണ്ട്. കൂട്ടമായുള്ള പ്രകടനത്തെ പോലീസ് ചെറുക്കുന്നുണ്ട്. ഈ മേഖലയിലെ ഗതാഗതവും ഇപ്പോൾ സ്തംഭിച്ചിട്ടുണ്ട്. നന്ദി അനുമോദ്. തൃക്കാക്കര നഗരസഭയിൽ UDFന് ഭരണ പ്രതിസന്ധി ഒഴിഞ്ഞു. UDF ഇട്ട 4 വിമതരിൽ ഒരാൾ തിരിച്ചെത്തി. കൌൺസിലർ വഗീസ് പ്ലാശ്ശേരിയാണ് UDFൽ തിരിച്ചെത്തിയത്. വഗീസ് പ്ലാശ്ശേരി തിരിച്ചെത്തിയതോടെ UDFന് 22 പേരുടെ പിന്തുണയായി. ശബരിമല വിമാനത്താവള പദ്ധതിയുടെ അന്തിമ സാമൂഹിക ആഘാത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. പദ്ധതി 358 ഭൂവുടമകളെ നേരിട്ട് ബാധിക്കും. 3500 മീറ്റർ നീളത്തിലുള്ള റൺവേ ആയിരിക്കും പദ്ധതിക്ക്. റൺവേക്കായി വീണ്ടും പഠനം നടത്തി കൃത്യമായ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്നും ചെറുവള്ളി എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. തത്സമയം SCO को ऐसे देशों की आलोचना में कोई संकोच नहीं करना चाहिए. ऐसे गंभीर विषय पर दोहरे मापदंड के लिए कोई स्थान नहीं होना चाहिए. टेरर फाइनेंसिंग से निपटने के लिए हमें भी आपसी सहयोग बढ़ाना चाहिए. इसमें SCO के रेट्स मैकेनिज्म की महत्वपूर्ण भूमिका रही है. हमारे देशों के युवाओं के बीच रेडिकलाइजेशन के फैलावे को रोकने के लिए भी हमें और सक्रिय रूप से कदम उठाने चाहिए. रेडिकलाइजेशन के विषय में आज जारी की जा रही ज्वाइंट स्टेटमेंट हमारी साझा प्रतिबद्धता का प्रतीक है. एक्सेलेंसी, अफगानिस्तान की स्थिति का हम सभी की सुरक्षा पर सीधा प्रभाव पड़ा है. अफगानिस्तान को लेकर भारत की चिंताएं और अपेक्षाएं SCO के अधिकांश देशों के समान है. हमें अफगानिस्तान के लोगों के कल्याण के लिए मिलकर प्रयास करने होंगे. अफगान नागरिकों को मानवीय सहायता, एक समावेशी सरकार का गठन, आतंकवाद और ड्रग तस्करी के विरुद्ध लड़ाई तथा महिलाओं, बच्चों और अल्पसंख्यकों के अधिकारों को सुनिश्चित करना हमारी साझा प्राथमिकताएं हैं. भारत और अफगानिस्तान के लोगों के बीच सदियों पुराने मैत्रीपूर्ण संबंध रहे हैं. पिछले 2 दशकों में हमने अफगानिस्तान के आर्थिक और सामाजिक विकास के लिए योगदान दिया है. 2021 के घटनाक्रम के बाद भी हम मानवीय सहायता भेजते रहे हैं.
यह आवश्यक है कि अफगानिस्तान की भूमि पड़ोसी देशों में अस्थिरता फैलाने या एक्सट्रीमिस्ट विचारधाराओं को प्रोत्साहित करने के लिए उपयोग न की जाए। एक्सेलेंसी, किसी भी क्षेत्र की प्रगति के लिए मजबूत कनेक्टिविटी का होना बहुत ही आवश्यक है। बेहतर कनेक्टिविटी आपसी व्यापार ही नहीं, आपसी विश्वास भी बढ़ाती है। किंतु इन प्रयासों में एससीओ चार्टर के मूल सिद्धांतों, विशेष रूप से सदस्य देशों की संप्रभुता और क्षेत्रीय अखंडता का सम्मान करना बहुत ही आवश्यक है। ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയായിരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് തീയിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികൾ. ഞായറാഴ്ചയായിരുന്നു സംഭവം. വേഗത്തിൽ തീ അണച്ചതിനാൽ വലിയ അപകടം ഒഴിവാവുകയായിരുന്നു. ആക്രമണത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ 5 മാസത്തിനിടെ രണ്ടാം തവണയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണമുണ്ടാകുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ കോൺസുലേറ്റിന് തീയിട്ടത്. അഗ്നിശമന സേന വേഗത്തിലെത്തി തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൊല്ലത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിൽ കൊല്ലത്ത് പോലീസുമായി സംഘർഷം. വിവിധയിടങ്ങളിൽ എന്ന പോലെ കൊല്ലത്തും ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ്. ബിന്ദു കൃഷ്ണയും പോലീസുകാരും തമ്മിൽ വാക്കേറ്റം നടക്കുന്നു. നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. കൊല്ലത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. പലയിടത്തും സംസ്ഥാനത്ത് മാർച്ച് നടത്തിയ പല സ്ഥലങ്ങളിലായും പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് എത്തി. കാസർഗോഡ് DCC പ്രസിഡന്റിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. മലപ്പുറത്തും വലിയ സംഘർഷത്തിലേക്ക് മാർച്ച് പോവുകയായിരുന്നു. ഇപ്പോൾ കൊല്ലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ടീച്ചറുടെ പാട്ടിന് 5ാം ക്ലാസ്സുകാരൻ ഡെസ്കിൽ താളമിട്ടു. അധ്യാപിക ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വയനാട് തിരുനെല്ലി കാട്ടിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിജിത്താണ് നാട്ടുകാരുടെ പ്രിയങ്കരനായത്. ഗോത്രഭാഷയിൽ സ്ഥിരമായി ആലപിക്കാറുള്ള പാട്ടാണ് മ്യൂസിക് ടീച്ചർ അന്ന് പാടിയത്. ദൃശ്യങ്ങൾ പകർത്തിയതും അഞ്ജന ടീച്ചർ തന്നെ. അഞ്ജന ടീച്ചർ അയച്ചു കൊടുത്ത വീഡിയോ കൗതുകം തോന്നി ക്ലാസ് ടീച്ചർ അർഷിത ടീച്ചറാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണനും തന്റെ പേജിൽ ദൃശ്യം പോസ്റ്റ് ചെയ്തു. കാട്ടിക്കുളം അമ്മാനി കോളനിയിലെ ബിജുവിന്റെയും ആതുരയുടെയും മകനാണ് അഭിജിത്ത്. പാട്ട് കേരളക്കരയാകെ ഏറ്റെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പിന്നെ ഇവന് കൊട്ടുന്നിങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, മോനെ ഞാൻ ടീച്ചർ പാടിയാലും മോൻ കൊട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ആള് ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ കൊട്ടില്ല ടീച്ചർ, എനിക്ക് മടിയാന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു എന്താ ടീച്ചർ പാടിക്കോ ഞാൻ കൊട്ടിക്കോളാം പറഞ്ഞു. സ്റ്റാറ്റസ് ഇട്ട സമയത്ത് തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് FBയിൽ ഞാൻ ഇട്ടത്. നല്ല റെസ്പോൺസ് ആയിരുന്നു. മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നൊക്കെ വിളി വന്നിരുന്നു. മിനിസ്റ്ററിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. സ്പോർട്സ്.